ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. നീതിയിൽ, കരുണയിൽ, എളിമയിൽ ജീവിക്കാൻ നമ്മെ ക്ഷണിക്കുന്ന കർത്താവിൻ്റെ സ്നേഹത്തെ ഏറ്റുപറഞ്ഞ് ഈ ദിവസം ആരംഭിക്കാം. ഒരുമിച്ച് കുരിശ് വരയ്ക്കാം. എൻ്റെ തമ്പുരാനെ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാം. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. തിരുനാമമെന്നുടെ ജീവിത ജയമായി, കാരുണ്യമേകുന്ന ധനമായി. തിരുനാമമെന്നുടെ ജീവിത ജയമായി, കാരുണ്യമേകുന്ന ധനമായി. ഹൃദയങ്ങൾ തൻ ആഴമറിയുന്നവൻ, ദുരിതങ്ങളിൽ വിളി കേൾക്കുന്നവൻ, കരുണയോടെ കൃപകളെന്നും അരുളിടുന്ന നാഥ, ദിവ്യമാം നിൻ സന്നിധാനമെന്നുമെൻ്റെ ശരണം. കർത്താവാണെൻ അഭയകേന്ദ്രം, ലജ്ജിക്കില്ലൊരു നാളും ഞാൻ. തണലായി, തുണയായി, സ്നേഹനിധിയായി, നീതിയിടുന്നൊരു രക്ഷണമായി. കർത്താവാണെൻ അഭയകേന്ദ്രം, ലജ്ജിക്കില്ലൊരു നാളും ഞാൻ. മിക്ക പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 8-ാം വാക്യം. മിക്ക ചാപ്റ്റർ 6 വേഴ്സ് 8. മനുഷ്യ, നല്ലത് എന്തെന്ന് അവിടുന്ന് നിനക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. നീതി പ്രവർത്തിക്കുക, കരുണ കാണിക്കുക, നിന്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിനീതനായി ചരിക്കുക. ഇതല്ലാതെ മറ്റെന്താണ് കർത്താവ് നിന്നിൽ നിന്ന് ആവശ്യപ്പെടുന്നത്? To do justice, to love kindness, and to walk humbly with your God. നീതി, കരുണ, എളിമ. മിക്ക പ്രവാചകൻ മതവിശ്വാസത്തെ ഉരിയുകയാണ്. അതിൻ്റെ ആഡംബരങ്ങളെ, അതിൻ്റെ പുറംപൂച്ചുകളെ ഉരിഞ്ഞു മാറ്റി അതിൻ്റെ ഹൃദയത്തെ, സത്തയെ ജനത്തിന് കാണിച്ചു കൊടുക്കുകയാണ്. അത് നീതിപൂർവമായ ജീവിതമാണ്, സഹജീവികളോടുള്ള കരുണയാണ്, ദൈവത്തിന് മുമ്പാകെയുള്ള എളിമയാണ്. യഥാർത്ഥ വിശ്വാസം നമ്മുടെ അനുദിന ജീവിത വ്യാപാരങ്ങളെ തൊടും. പ്രത്യേകിച്ച് എപ്രകാരമാണ് നമ്മൾ മറ്റുള്ളവരെ മാനിക്കുന്നത്, കരുണ കാണിക്കുന്നത് എന്നത്. നോമ്പ് കേവലം പ്രാർത്ഥനയും ഉപവാസവും മാത്രമല്ലെന്ന് ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. Lent is all about how we live. നമ്മൾ എങ്ങനെയാണ് ജീവിക്കുന്നത്. പരിശുദ്ധി എന്നത് ശാന്തതയാണ്, എളിമയാണ്, കരുണയാണ്. Holiness is often quiet, humble and kind. സെയിൻറ്റ് വിൻസെൻ്റ് ഡി പോളിൻ്റെ വാക്കുകൾ: ചാരിറ്റി ഈസ് ദ മെഷർ ഓഫ് അവർ ലവ് ഫോർ ഗോഡ്. അപരനോട് നീ കാണിക്കുന്ന അലിവാണ് നിനക്ക് ദൈവത്തോടുള്ള സ്നേഹത്തിൻ്റെ അളവ്. ചാരിറ്റി ഈസ് ദ മെഷർ ഓഫ് അവർ ലവ് ഫോർ ഗോഡ്. നമുക്കിന്ന് ആത്മശോധന ചെയ്യാം. നീതി പാലിക്കാൻ കഴിഞ്ഞോ? കരുണ കാണിക്കാൻ പറ്റിയോ? ദൈവത്തിന് മുമ്പാകെ എളിമയോടെയാണോ ജീവിക്കുന്നത്? നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവും ദൈവവുമായ ഈശോ മിശിഹായേ, എളിമയിൽ ജീവിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. കർത്താവേ, നിന്നിലുള്ള ഞങ്ങളുടെ വിശ്വാസം, ഞങ്ങൾ ഏറ്റുപറയുന്ന, ആഘോഷിക്കുന്ന വിശ്വാസം കരുണയായി വളരട്ടെ. നിന്റെ ജ്ഞാനത്തിൽ ഞങ്ങളെപ്പോഴും നയിക്കണമേ. ഈ ദിവസത്തിൻ്റെ എല്ലാ വ്യാപാരങ്ങളെയും ഈശോയ്ക്ക് വിട്ടുകൊടുത്ത് ദിവസത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും
എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.